സെഷനാണ് നമ്മളുടേത്. ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്, കേൾക്കാനുണ്ട്, ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കണം. ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞാൻ മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പൊ അത് പ്രകാരം ഞാൻ തുടങ്ങുകയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. അപ്പോ പറഞ്ഞു വന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാൽ എന്താണ് എന്നത് പല ആളുകൾക്കും പരിചയമുള്ളതായിരിക്കും. കാരണം NLP അടിസ്ഥാനപ്പെടുത്തി ഇംഗ്ലീഷ് പഠിക്കാം, നിങ്ങളുടെ സെയിൽസ് മെച്ചപ്പെടുത്താം, ബിസിനസ് ഉയർത്താം എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ NLP എന്താണെന്ന് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സെഷനുകളായിരിക്കും ഇത്. ഇതിൽ തന്നെ NLP അടിസ്ഥാനപ്പെടുത്തി ട്രെയിനിങ് ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ വേറെ ചെയ്യാറുണ്ട്, കൗൺസിലിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് വേറെ ചെയ്യാറുണ്ട്. ഇത് NLP എന്താണെന്ന് അത് അടിസ്ഥാനപരമായിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. ബേസിക് ലെവലിൽ എൻ്റെ ഇത് 64ാമത്തെ ക്ലാസ് ആണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് ലെവൽ 1 ഒരിക്കൽ ക്യാഷ് കൊടുത്താൽ ഈ പറയപ്പെട്ട പോലെ 60, 100, 200 എല്ലാ ട്രെയിനിങ്ങും നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സൗജന്യമായി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈൻ ആണെങ്കിൽ സുഖമാണ്, 1 രൂപക്ക് നിങ്ങൾക്ക് ചെലവില്ല. എന്നാൽ ഓഫ്ലൈനായി നടത്തുകയാണെങ്കിൽ, ഓഫ്ലൈൻ നടത്തുന്ന ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ വല്ല റിസോർട്ടോ എല്ലാം ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ അതിന്റെ വാടകയിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ ഒരു ഫീസും നിങ്ങളെ കയ്യിൽ നിന്ന് വീണ്ടും ഈടാക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്നെ പരിചയപ്പെടുത്താം, അതിനുശേഷം നമുക്ക് NLP പരിചയപ്പെടാം. ഞാൻ മുഹമ്മദ് അലി, ഇപ്പോ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒഴിവ് സമയത്ത് സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വല്ലതും ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് NLP ട്രെയിനിങ് നടത്തുന്നത്. നിലവിൽ NLP ട്രെയിനിങ്ങിനൊക്കെ വളരെ വലിയ കോസ്റ്റാണ് ഈടാക്കുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. NLPക്ക് ഏറ്റവും ചുരുങ്ങിയത് 10,000-ന് മുകളിൽ രൂപകളായിരിക്കും 3-4 ദിവസത്തെ ക്ലാസ്സുകൾക്ക് വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഇന്നും നാളെയും സൗജന്യമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ കൂടെ കൂടാവുന്നതാണ്. അപ്പോ ഒരിക്കലേ നിങ്ങൾ ഫീസ് അടക്കേണ്ടതുള്ളൂ. ബേസിക് ലെവൽ 1 ആണെങ്കിൽ 1 അറ്റൻഡ് ചെയ്താൽ പിന്നെ എത്രയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. 2 ഒരിക്കൽ ഫീസ് കൊടുത്ത് അടച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടുമുള്ള ബേസിക് 2 ഞാൻ നടത്തുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്നതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായി ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ഇൻകം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എക്സ്ട്രാ സൊസൈറ്റിക്ക് വേണ്ടി എല്ലാതും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ട്രെയിനിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ലിബറൽ ആയിട്ട് ചെയ്യുന്നത്. എന്നാൽ വളരെ എന്താ പറയുക, കോസ്റ്റ്ലി ആയി പഠിച്ചെടുത്ത ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെലവഴിച്ചത് 2 ലക്ഷത്തോളം രൂപയാണ്. അല്ല, അതൊക്കെ മുകളിലാണ്. ചെലവാക്കിയ ഫീസ് മാത്രമാണ് ഈ പറഞ്ഞ എമൗണ്ട്. ഇപ്പൊ 2 ലക്ഷത്തോളം രൂപ ഫീസ് ഈടാക്കി കൊടുത്ത് പഠിച്ച ഒരാൾ ഇത് സൗജന്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ആ പഠിപ്പിച്ച എന്റെ അധ്യാപകരോടും എന്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ ശേഷം പഠിച്ച വിദ്യാർത്ഥികളോടും ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. അതുകൊണ്ടാണ് ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ട് കൊണ്ടുപോവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാവുമ്പോൾ നമുക്ക് വളരെ വലിയ ചെലവുകളൊന്നും വരുന്നില്ലല്ലോ. കുറഞ്ഞ ചെലവ്, അത് 10 ആളാണെങ്കിലും 100 ആളാണെങ്കിലും 1000 ആളാണെങ്കിലും ചെലവ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായി ഒരുപാട് പേർക്ക് അവസരം നൽകാവുന്നതാണ് എന്നതാണ് ഇതിന്റെ ലക്ഷ്യമുള്ളത്. അപ്പോ പ്രവാസിയായിരുന്നു ഞാൻ 2008 വരെ. ഏറ്റവും ലാസ്റ്റ് സർവീസ് കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന സമയത്തിനാണ് PSCക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് പഠിച്ചാൽ പഠിയാത്ത കാലത്ത് പഠിച്ചെടുത്തതാണ്, PSC നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത് കാസർഗോഡായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് അട്ടപ്പാടിയിലാണ്, ട്രൈബൽ ഏരിയയിലാണ്. 100% ട്രൈബ്സുകൾ മാത്രമുള്ള ഒരു സ്കൂളിലാണ് അധ്യാപകനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഹാപ്പി മോഡൽ ലൈഫിൽ കൊണ്ടുപോകുന്നു. എക്സ്ട്രാ ഇൻകത്തിന്റെ നിലവിൽ അത്യാവശ്യത്തിന് എക്സ്ട്രാ ഇൻകം നമുക്ക് നിർബന്ധമാണ്. എന്നാൽ എക്സ്ട്രാ ഇൻകം എന്ന നിർബന്ധമാകാനുള്ള കാരണം നമ്മളേക്ക് അത്രയും പവർഫുള്ളായ കഴിവുകൾ ഉണ്ടെന്ന് NLP നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ NLP ബേസിക്കലി വരുന്ന ആളുകളോട് നമ്മൾ പറയാറുള്ളത്, ഇതിന് വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളത്, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു 25 വരുമാന സ്രോതസ്സുകൾ എഴുതുക എന്ന് പറയാം. 25 വരുമാന സ്രോതസ്സുകളോ എന്ന് നിങ്ങൾ പല ആളുകളും എഴുതിയാൽ ഒരു 2-3 വരുമാന സ്രോതസ്സുകളെ ആവുകയുള്ളൂ. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് തമാശയാണോ? ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകളോട് നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ, വിവിധങ്ങളായ വരുമാന സ്രോതസ്സുകൾ
നിങ്ങൾക്ക് കിട്ടാൻ, വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വഴികൾ കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ 25 എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര എഴുതും? അപ്പോ നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം തരാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. 25 തേക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ ഞാനൊരു 10, 20, 20-ലധികം വരുമാന മാർഗങ്ങൾ ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിലുള്ള അപാരമായ കഴിവ് നമുക്കുണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ആളുകൾ, കുടുംബക്കാര്, കൂട്ടുകാര്, കൂടെ പഠിച്ചവര്, നമ്മളെ അധ്യാപകര് ഒക്കെ നമ്മളെ താഴ്ത്തി കെട്ടുകയായിരുന്നു. ആ വാക്കുകൾ നമ്മൾ പരിഹാസമായിരിക്കും, ഒരുപക്ഷെ തമാശ രൂപത്തിൽ കളിയാക്കുന്നതായിരിക്കും, അവർക്ക് തമാശയായിരിക്കും. പക്ഷെ നമ്മൾ ആ കേട്ട് മറ്റുള്ളവരെ ചിരിക്ക് ഒരു പരിഹാസപാത്രമായി നമ്മൾ മാറിയപ്പോ പലപ്പോഴും നമ്മൾ ഉള്ളിൽ ഒരു ചിന്ത കൊണ്ടുവരും, എന്നെ കൊണ്ട് ഇത്രേ കഴിയൂ, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. അത് നമ്മുടെ വിശ്വാസമായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും ഒരു ലിമിറ്റിലേക്ക് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ പണം നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ നോക്കും. കാരണം നമ്മുടെ ധാരണയിൽ കടം വാങ്ങലാണ് ഈ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം. അപ്പൊ ആ 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരാളെ നിന്ന് കടം വാങ്ങിയിട്ട് നിന്ന് ഇയാളുടെ കടം കൊടുക്കാം. ഇങ്ങനെ ഒരു ഫീലിംഗ്, നമ്മളിങ്ങനെ ഒരു കടത്തിന്റെ മേലെ വട്ടം കറങ്ങുന്ന ഒരു ഫീലിംഗാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ നമുക്കും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൂടാ? നമുക്കിപ്പോ ബാക്കി ഒരാൾക്ക് സേവനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ കഴിവിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സേവനം ചെയ്യാനുള്ള താല്പര്യത്തെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് സേവനം ചെയ്ത് കൊടുക്കുമ്പോഴാണ് അയാളിൽ നിന്ന് സംതിങ്, ഒരു എന്താ പറയാ, സാലറിന്നോ അല്ലെങ്കിൽ ലാഭമെന്നോ എല്ലാം പേരിൽ പറയപ്പെടുന്ന വരുമാനം നമ്മളിലേക്ക് വരുന്നത്. അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി പോകുന്നു, ഒരു സഹായം, ഒരു സേവനം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ സേവനങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് 100 രൂപ കിട്ടുമെങ്കിൽ അതേ സാധനം, അതേ സേവനം നിങ്ങൾ 100 ആൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇൻകം മാറിയില്ലേ? 100 ചെയ്യുമ്പോൾ മാറി. അത് തന്നെ 10,000-ത്തിലേക്ക് മാറുമ്പോൾ 100 രൂപയുടെ തന്നെയാണ്. 10,000 ആളുകളിലേക്കാണ് അതേ സേവനം നിങ്ങൾ എത്തിക്കുന്നെങ്കിൽ യെസ്, നിങ്ങൾ കോടീശ്വരനാകാനും ലക്ഷപ്രഭുവാകാനൊക്കെ അത് മതി. അപ്പൊ സാമ്പത്തിനെ കയ്യിൽ വെക്കുന്ന ഒരാളെ സമയത്ത് നമ്മളെ പ്രഭുവെന്നും ഈശ്വരൻ എന്നും ഒക്കെ പറയുന്ന നാട്ടിലാണ് നിങ്ങളും ഞാനൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്ത എന്തേ ഉള്ളൂ? എങ്ങനെ കടം വാങ്ങാം, എങ്ങനെ ആ പ്രശ്നത്തിന് പരിഹരിക്കാം, ഈ ഒരു ചിന്തയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ യെസ്, നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂൾ തന്നെയാണ് NLP. അപ്പൊ NLPയെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് എൻ്റെ അറിവുകൾ മാത്രമായിരിക്കും. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തെ ഉപകാരപ്പെടുത്തുമ്പോഴാണ് ആ അറിവ് നിങ്ങളുടേതായിട്ട് മാറുക. അപ്പൊ എപ്പോഴാണ് ഈ കേൾക്കുന്ന പാഠഭാഗങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നു, അന്ന് മുതൽ ഈ പാഠഭാഗം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ലൈഫിന് മാറുന്നതാണ്. ശരിക്ക് നമ്മളെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ ക്ലാസ്സിന് ഞാൻ പറയാം. NLPക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ സാറ് പറയാനുള്ള വാക്കുകളാണ് ബിഫോർ ക്രൈസ്റ്റ്, അതാണ് BC, അതുപോലെ AD. അപ്പൊ ഈ ADയും BCയും എന്നതുപോലെ ഈ ക്ലാസ് NLPയുടെ ആദ്യ ക്ലാസ്സിൽ നിങ്ങൾ എത്തുന്നതായിരിക്കണം നിങ്ങളുടെ ലൈഫിന്റെ ആദ്യകാലവും. ഇനി മുതൽ പുതിയൊരു കാലവും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയണം. അത് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെ കൺട്രോളിലാക്കുകയും നിങ്ങളുടെ വളർച്ചക്ക് നിങ്ങളുടെ ചിന്തകളെ ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ ഉയർത്തുക എന്ന് തന്നെയാണ് NLPയുടെ അടിസ്ഥാന തത്വം. അത് NLP, എന്നാൽ ന്യൂറോ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് തലച്ചോറിലെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയ കോശം എന്നൊക്കെയാണ് പറയാ എങ്കിലും നമ്മുടെ ചിന്തകളെയാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂറോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളെ. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ അങ്ങനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ ഇയാൾ എന്താ ഈ പറയുന്നത്, ഇയാളെ നമുക്ക് പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇയാളെ പരിചയമാകാൻ വേണ്ടി സമയമെടുക്കുകയും നിങ്ങളുടെ ചിന്ത ഞാൻ പറയുന്ന വാക്കുകളെക്കാൾ അപ്പുറത്തേക്ക് വേറെന്തൊക്കെയോ ചിന്തിക്കുകയുമാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയമെടുക്കും. ഞാൻ NLPയില് എൻ്റെ സാറിന്റെ കൂടെ അറ്റൻഡ് ചെയ്യുന്ന 33 പ്രാവശ്യമാണ് ആദ്യം. അതിനുശേഷമാണ് ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 39ഓളം ക്ലാസ്സുകൾ സാറിന്റെ കൂടെ ഞാൻ ബേസിക് ലെവൽ മാത്രം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ അവസരം ഉള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ബേസിക് ലെവലിൽ സെയിം ടോപ്പിക് അല്ലെങ്കിൽ ആണെങ്കിൽ പോലും ടോപ്പിക്കിന്റെ അവതരണ രീതി, ആശയം ഒക്കെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.
അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം കൂടുന്നതും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ഇതുപോലെ തന്നെ ഇപ്പൊ റെക്കോർഡിങ് പൊതുവേദിയിലേക്ക് ഇടാനുള്ളത്, യൂട്യൂബിൽ ഇടാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് സെയിം സാധനമാണോ എന്ന് ഞാൻ പഴയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകളോട് ചോദിക്കാറുണ്ട്. അവരാരും ഇതുവരെയും പറഞ്ഞിട്ടില്ല യെസ് ഇതൊക്കെ പഴയതുപോലെ തന്നെയാണ് പറയുന്നത്, ഇതുവരെ പറഞ്ഞിട്ടില്ല. പഴയ എന്റെ എക്സ്പീരിയൻസുകൾ പറയും, അത് സെയിം ആയിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം കളവ് പറയുക എന്നത് നമ്മുടെ സിസ്റ്റത്തിലില്ല. എക്സ്പീരിയൻസ് പറയും, അത് എന്റേത് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇപ്പോഴും പറയുന്നുണ്ടാവുക. ചിലപ്പോ ആ പറയുന്ന വാക്കില് ആദ്യ ഭാഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്നെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് എന്റെ നാട് മലപ്പുറമാണ്. അപ്പൊ മലപ്പുറം സ്റ്റൈലിലാണ് ഞാൻ സംസാരിക്കുക. പരമാവധി സാഹിത്യമൊക്കെ കൂട്ടുകയാണെങ്കിലും അടിസ്ഥാനപരമായി മലപ്പുറക്കാരനായതുകൊണ്ട് മലപ്പുറം കയറി വരും. അതുകൊണ്ട് മലപ്പുറം സ്റ്റൈലിൽ മനസ്സിലാവാത്തത് വിവിധ ജില്ലകളിലെ ആളുകളോട് കയറി വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ പറഞ്ഞ വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു പറയാവുന്നതാണ്. റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോ NLPയെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് വിവിധങ്ങളായ ടൂളുകൾ, വിവിധങ്ങളായ മേഖലകൾ ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന് വേണ്ടി എന്താ പറയുക, ഭയമുള്ള ഹൈ പിന്നെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് പ്രത്യേകിച്ച് ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പേടിയുണ്ടാവും. ആ പേടിയെ മാറ്റണമെങ്കിൽ NLP ഉപയോഗപ്പെടുത്തും. പോലീസിൽ ചില ക്രിമിനലുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം NLPയിൽ ചില ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള 1972 മുതൽ സ്ഥാപിതമായ ഒരു സിസ്റ്റമാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പൊ N എന്നത് നമ്മുടെ ചിന്തയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളാണ്. അത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന മറ്റൊരാൾ, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ എന്നോട് സംസാരിക്കുന്നത് ഭാഷ തന്നെയാണ്. ഞാനത് സംസാരിച്ചാൽ ശരിയാവില്ല, ഈ ക്ലാസ് എടുത്താൽ റെഡിയാവില്ല, ഇങ്ങനെ പറയുന്ന കുറെ നെഗറ്റീവ് എനർജി ഇതാ നമുക്ക് പരിചയമുള്ളത്. എന്താ എനിക്ക് ചെയ്താൽ, ഞാൻ എന്താ ക്ലാസ് എടുത്താൽ എന്നെ കൊണ്ട് ഉഷാറാകുമല്ലോ. യെസ്, ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാറുള്ളത് നിങ്ങളൊക്കെ ഓരോ ക്ലാസ്സുകൾ നടത്തണം എന്നാണ്. നിങ്ങളുടെ സേവനം മറ്റൊരാളിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ ഈ ദുനിയാവ് തന്നെ ഈ ഭൂലോകത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന തെളിവുകൾ, നിങ്ങളുടെ സേവനങ്ങൾ മറ്റു മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് നിങ്ങൾ എന്തെങ്കിലും പണികൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു ട്രെയിനർ ആവുക എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ NLP അതിന് പറ്റിയ ടൂളുകൾ നിങ്ങളെ പരിചയപ്പെടുത്തും. നിങ്ങളൊരു കൗൺസിലർ ആവുകയാണെങ്കിൽ അതിനും ഇതേ ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, വളരുക എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചത് ഓരോ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാനായിരുന്നു. ഡോക്ടർ ആവണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, കലക്ടർ ആവണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെ എഞ്ചിനീയർ ആവണമെങ്കിൽ വേറെ. ഇങ്ങനെ പ്രൊഫഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടാവും ഡിഗ്രിയും PGയും എല്ലാം ഉള്ള പല പല സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയൽ തുടങ്ങി. ആ ആള് ചോദിക്കുന്ന, ഇന്റർവ്യൂ ബോർഡിലെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ കയ്യും കാലും കൂട്ടിയിട്ടിച്ച് വിറക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോ എന്താണ് നമ്മുടെ ആ സമയത്തുള്ള ചിന്ത എന്നതാണ് വളരെ പ്രധാനം. ശരിക്കും ഒരു ഇന്റർവ്യൂ ബോർഡ് അവരുടെ ആ കമ്പനിക്ക് പറ്റുന്ന എബിലിറ്റി ഉള്ള കഴിവുള്ള ആളാണ് ഈ വന്നത് എന്നാണ് ചെക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടാവുക, എനിക്ക് ഈ ജോലി കിട്ടുമോ, ഇവർക്ക് എന്നെ ഇഷ്ടമാകുമോ എന്ന സംശയത്തിലാണ്. അപ്പൊ ആ സംശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ എനർജിയുടെ 1/4 ഭാഗം പോലും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്തും നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉള്ള നിങ്ങളെ പോലെ എന്നെ പോലുള്ള ഓരോ ആളുകളും ആദ്യം നേടേണ്ടത് എന്റെ ചിന്തകളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം വഴികളുണ്ട്, അതിനെന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും പവർഫുൾ ആയ ടൂൾ എന്ന് വെച്ചത് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആണ്. NLP 1972 ആദ്യമായി രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ ഞാൻ. ആ മാത്രമായിട്ട് പരിചയപ്പെട്ടുള്ള ചിന്തകളാണെന്ന്. അതില് 72 ഇത് രൂപീകരിക്കപ്പെടുമ്പോൾ ഒരു അധ്യാപകന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് റിച്ചാർഡ് ബാൻഡലർ. റിച്ചാർഡ് ബാൻഡലറിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള NLP ആളുകൾക്ക് പരിചയപ്പെടുത്താൻ ഒരു പേടി ഒരാളെ ഉള്ളിലുണ്ടെങ്കിൽ, എന്തിനെ കുറിച്ചൊരു പേടിയുണ്ടെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ അയാളെ മനസ്സിലുണ്ടാവും. ആ ചിത്രങ്ങൾ നമ്മൾ കണക്കൂട്ടിയത് പോലെ ഒന്നും ആവില്ല. ഒരു ഉദാഹരണം, എനിക്ക് പാമ്പിനെ പേടിയാണ്, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയാ പാറ്റയെ പേടിക്കുന്ന ഒരാളാണ്, കോക്രോച്ചിനെ ഭയപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ അയാളുടെ മനസ്സിലുള്ള പാറ്റയും
നമ്മൾ കാണുന്ന പാറ്റയും ഒന്നാവില്ല. നമ്മൾ കാണുന്ന കോക്രോച്ച് ഒരു ചെറിയ ഒരു ജീവിയാണ്. ഒരു ചൂലെടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ഒരു അടി കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ പേപ്പറോ അല്ലെങ്കിൽ ചെരുപ്പ് എടുത്തിട്ട് ചെറിയ അടി കൊടുത്താൽ തീരുന്ന കേസായിരിക്കും. പക്ഷെ ഭയപ്പെടുന്ന ഫോബിയ ഉള്ള ഒരാൾക്ക് ഇത് അങ്ങനെ നിസ്സാരമായ ചെറിയൊരു പാറ്റയൊന്നും ആവില്ല. അവരുടെ ചിത്രത്തിൽ വളരെ വലിയൊരു പാറ്റയായിരിക്കും. അത് ദിനോസറിനേക്കാൾ വലുതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിലുള്ളത്. അപ്പൊ ആ ഒരു ചിത്രത്തെ അവർ ഭയപ്പെടുന്നത് വളരെ വലിയ ഭയമായിരിക്കും, ഫോബിയ പോലെയായിരിക്കും. പാമ്പും അങ്ങനെ തന്നെ. ചില ആളുകൾ പാമ്പ് എന്ന് പറയുമ്പോഴേക്കാണ് കാല് പിന്നിലേക്ക് വലിക്കുകയും പിന്നോട്ട് മാറുകയും ചെയ്യും. അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അവർ ഭയപ്പെടും. അതാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോ അയാളുടെ പേടിയെ മനസ്സിലാക്കുന്നതാണ് ഈ റിച്ചാർഡ് ബാൻഡൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? പേടി എന്നത് നമ്മളൊരു മനസ്സിലൊരു ചിത്രം കാണുന്നുണ്ടാവും. ആ വസ്തുവിനെയല്ല നമ്മൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിലവിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പാമ്പിനെയല്ല നമ്മൾ ഭയപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രം ഉണ്ടാകും, ആ ചിത്രത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പൊ ആ ചിത്രത്തെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ അതങ്ങനെ മായ്ച്ചു കളയാവുന്നതേ ഉള്ളൂ. അതാണ് കൗൺസിലിങ്ങിൽ നമ്മൾ NLP ഉപയോഗപ്പെടുത്തുമ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ഒരു സാധ്യത. ഇപ്പോ കൗൺസിലിങ്ങിൽ ഞാൻ ഇരിക്കാറുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ ഇരിക്കുന്നത് മിനിമം ഞാൻ ഫീസ് ഈടാക്കാറുള്ളത് 5000 രൂപയാണ്. അരമണിക്കൂറിന് 5000 രൂപയോ എന്ന് നമ്മൾ പല ആളുകളും ചോദിക്കും. 5000 എന്നല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് തരാൻ താല്പര്യമുള്ള ആളുകളാണ് നമ്മുടെ ക്ലയന്റുകളായിട്ട് നമ്മളെ മുന്നിൽ വരാറുള്ളത്. ഒരൊറ്റ സിറ്റിങ്ങിന് തന്നെ എൻ്റെ ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വക്കീലന്മാർ കോടതിയിലേക്ക് അയച്ചതാണ്. അവർ 3 ലക്ഷമാണ് അവർ ഫീസ് ഈടാക്കിയിട്ടുള്ളത്. അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം അത് ഇന്നടത്തേക്ക് പോയാൽ സോൾവ് ആകും, 1, 2, 3, 4 പ്രാവശ്യം പോയാലും മതി, അത് റെഡിയാവും, റെഡി ആയിട്ട് ഫീസ് അടച്ചാൽ മതി എന്ന്. ഫീസ് അവിടെ അടക്കണ്ട, ഇവിടെ അടച്ചാൽ മതി. വക്കീലന്മാര് ഫീസ് വാങ്ങിയിട്ടുണ്ട്. എന്തിനാ പറയുന്നത് വെച്ചാൽ, നമ്മളെ കഴിവിനെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ എൻ്റെ കഴിവിനെ കുറിച്ച് മറ്റുള്ള നാട്ടുകാർക്ക്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നെ കുറിച്ച് അറിയാം. നിങ്ങളെയും അങ്ങനെ തന്നെ. ഒരു പക്ഷെ നിങ്ങളെ ലീഡറാക്കിയിട്ടുണ്ടെങ്കിൽ, സ്കൂളിലോ ക്ലാസ്സിലോ ഒക്കെ ഒരു പക്ഷെ നിങ്ങൾ ലീഡറായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളായിരുന്നു അല്ല ആ ലീഡിങ് കപ്പാസിറ്റി ഉള്ള ആളെന്ന് ആർക്കറിയാം? നിങ്ങളെ കൂട്ടുകാർക്ക് അറിയാമെന്നതാണ്. നമുക്കത് അറിയില്ല. എനിക്കുണ്ടോ? നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ടാവുക, അത്ര വലിയ കഴിവ് എനിക്കുണ്ടോ, ഞാൻ അത്രത്തോളം മതിയാകുമോ? ഇത് നമ്മുടെ ഉള്ളിലെ സംസാരം. ഈ ഉള്ളിലെ സംസാരത്തിനെയാണ് L എന്ന ലിംഗ്വിസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ലിംഗ്വിസ്റ്റിക് എന്നത് ഞാൻ എന്നോട് സംസാരിക്കുന്നതും നിങ്ങളോട് മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുന്നതും ഒക്കെ അതിൽപ്പെടുന്നതാണ്. സംസാരിക്കാൻ ഭാഷ വേണോ എന്ന ചോദ്യമാണ്. ഭാഷ NLPയുടെ അടിസ്ഥാനപരമായിട്ട് വാക്കുകൾക്ക് ആകെ 6% അല്ലെങ്കിൽ 7% പ്രയോറിറ്റി ഉള്ളൂ എന്നുള്ളൂ. ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ 6% അല്ലെങ്കിൽ 7% മാത്രമേ എൻ്റെ വാക്കുകൾക്ക് കപ്പാസിറ്റി ഉള്ളൂ. നിങ്ങളെ ഉള്ളിലേക്ക് ഈ വാക്കുകൾ ഹൃദയത്തിലേക്ക് കയറി വരണമെങ്കിൽ ഞാൻ 93% മറ്റെന്തൊക്കെയോ ചെയ്യണം എന്നതാണ്. അപ്പൊ 93% നമ്മൾ പലപ്പോഴും അറിയാതെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിന് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് വളരെ സങ്കടകരമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. 93% നമ്മൾ ഉപയോഗിക്കുന്നില്ല. സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഇത് കയ്യെന്നിലാകുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെയോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് റിസൾട്ടുകൾ നമ്മളിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾ പല ആളുകളും ഇവിടെ ആദ്യമായി വരുന്ന ആളുകളാണ്. ഞാൻ ഇതിന് പരസ്യം ചെയ്യാൻ വേണ്ടി 1 രൂപ ചെലവാക്കിയിട്ടില്ല. എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകളോട് ഇങ്ങനെ ക്ലാസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവര് നിങ്ങളെ അറിയിച്ചു, കാരണം ഇത് യൂസ്ഫുൾ ആണെന്ന് അവർക്ക് തോന്നി. നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയുന്നത്, NLP പഠിക്കാൻ ആഗ്രഹമുണ്ടോ നമ്മളെ കൂടെ കൂടിക്കോളും. എന്നിട്ട് ഫീസ് അടച്ചിട്ട് പഠിക്കണമെന്നാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക. ഒരു ക്ലാസ്സിലേക്ക് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് സിനിമ ടിക്കറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ സിനിമ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ടിക്കറ്റ് വാങ്ങി കയറുന്ന ആള് ചീന്തിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നുണ്ടാവുക. ഇവിടെ അങ്ങനെയൊന്നല്ല. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് ബോധ്യമാണെങ്കിൽ മാത്രം ഫീസ് അടച്ചാലും മതി. അപ്പോൾ അത് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ഒരാള് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ നമ്മളെ ഇകഴ്ത്താനായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറാൻ വേണ്ടി പോവുകയാണ്, സ്റ്റേജ് ഫിയർ ഉള്ള ആളുകൾ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ കയ്യും കാലും പറക്കുന്നു, നമ്മുടെ ശബ്ദങ്ങൾ ഇടറുന്നു, ആളുകളെ കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ തല കറങ്ങി പോകുന്നുണ്ടോ എന്ന ഫീലിംഗ് എല്ലാം നമുക്ക് വരും. ആ വരുന്നതിനെയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്.
അവിടെ നമ്മൾ നമ്മുടെ പറയാനുള്ളൊരു കാര്യം ആ ആളുകളോട് പറയുന്ന ജനങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ ഗ്രേഡ് അവസ്ഥ കൂടുകയാണ്, ഉയരുകയാണ്. അതിനൊക്കെ കഴിവ് നമുക്കുണ്ട്. നമ്മുടെ കൂട്ടുകാർക്ക് പറയാം അത് പറയാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന്. നമ്മളും പലപ്പോഴായിട്ട് 10ഓ 100ഓ ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കൂടെയുള്ള ആളുകൾ, ക്ലാസ്സിലുള്ള ആളുകളോടൊക്കെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ ഇരുന്നിട്ട്. എന്നാൽ അതേപോലെ അധ്യാപകൻ ഇരിക്കുന്ന ചെയറിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ മേശക്ക് അടുത്തോ നിന്നിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ സഹപാഠികളെ ഫേസ് ചെയ്യുമ്പോൾ കൈയും കാലും വറക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താ വറക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള അതേ ആള് തന്നെയാണ് അവിടെ പോയാലും, ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അതേ കേൾവിക്കാർ തന്നെയാണ്, അതേ ശ്രോതാക്കൾ തന്നെയാണ് നിങ്ങൾ അവിടെ പോയി ഇങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിലും ഉണ്ടാവുക. പക്ഷെ എപ്പോഴും ഞാൻ പറഞ്ഞ തെറ്റുമോ, എൻ്റെ കൂട്ടുകാർ എന്നെ കളിയാക്കുമോ എന്നൊരു ഫീലിംഗ് ആ ആളുകളെ കണ്ടു കാണുമ്പോഴാണ് നമുക്ക് വരിക. ശരിക്കും ആ സ്റ്റേജ് ഫിയറിങ്ങിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് മറ്റേ ആളുകൾ അല്ലെങ്കിൽ കൂട്ടുകാർ കേൾക്കുന്നു, കാണുന്നു, അവരെന്നെ കാണുന്നു, ആ കാണുന്നത് ഞാൻ കാണുന്നു. അതാണ് നമ്മൾ പേടി തുടങ്ങാനുള്ള കാരണം. ഏതേ സമയത്ത് ഞാൻ തന്നെ സംസാരിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പൊ അവര് എന്നോട് ഇങ്ങോട്ട് മുഖത്തൊക്കെ നോക്കുന്നുണ്ടാവാം, ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടാവാം. പക്ഷെ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നത് ഞാൻ ശരിക്കും കാണുന്നുണ്ടാവുക സ്റ്റേജിൽ കയറി ഇവരേക്ക് നോക്കുമ്പോഴാണ്. അപ്പൊ എല്ലാ കണ്ണുകളും എന്നിലേക്ക് തന്നെ വരുമ്പോ എൻ്റെ ഉള്ളിൽ വേറൊരു സാധനം കയറി വരികയും എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരം തുടങ്ങും. എൻ്റെ ലാംഗ്വേജ് മാറും. എന്താ മാറുന്നേ? നീ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന ഒരു ഒറ്റ നെഗറ്റീവ് വന്നാൽ പിന്നെ പറയാനുള്ള വാക്കുകൾ പോലും നമ്മളെ ബ്രെയിനിൽ വരില്ല. അപ്പൊ അതോടുകൂടി തന്നെ എന്ത് ചെയ്യും? നമ്മളെ ബിഹേവിയർ, NLP പ്രോഗ്രാമിംഗ്, പെരുമാറ്റം ആകെ മാറും. അപ്പൊ നമ്മള് കൈ വറക്കൽ തുടങ്ങി, കാല് വറക്കൽ തുടങ്ങി, തൊണ്ട വരൽ തുടങ്ങി, ഒരാളോട് പറയാനുള്ള വാക്കുകൾ കിട്ടാണ്ടായി. പിന്നെ ആ സ്റ്റേജ് നമ്മളുടെ ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യാം. അപ്പോ പ്രോഗ്രാമിംഗ് എന്നത് നമ്മളുടെ സ്വഭാവമാണ്, നമ്മുടെ പെരുമാറ്റങ്ങളാണ്. ഈ സ്വഭാവം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്കറിയാലോ, ഒരുപാട് കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവിധങ്ങളായ ജയിലിൽ കിടക്കുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മൾ കഥാപാത്രങ്ങളെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ഓരോ കൊലപാതകയായി അറിയപ്പെടുന്ന ആളുകളും അവർ എല്ലാ ദിവസവും കൊല്ലുമായിരുന്നോ? ഇല്ലല്ലോ. ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യമായിരിക്കും ഒരു കൊലപാതകയായിട്ടുണ്ടാകുക, അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടാകുക, അല്ല പീഡനം നടത്തിയിട്ടുള്ള ആളായിട്ട് മാറിയിട്ടുണ്ടാകുക. ആ ഒരു സെക്കൻഡുകൾക്ക് മുമ്പിലുള്ള ഇവരുടെ ഒരു മാനസിക അവസ്ഥയാണ് ഇവരെ ഈ പെരുമാറ്റത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. എനിക്ക് ജീവിക്കണമെങ്കിൽ അയാളെ നശിപ്പിച്ചേ മതിയാവും, അയാളെ ഈ ഭൂലോകത്ത് അങ്ങനെ ഒരു ചിന്തയോടുകൂടെ ഒരുപാട് കാലം നടന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാവില്ല എന്നാ പറയാം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, ഒരാളെ കൊല്ലാനായി ഇയാൾ ഒരുങ്ങി നടന്നതായിട്ടുണ്ടെങ്കിൽ കേസ് വേറെയാണ്, യാദൃശ്ചികമായുള്ള കേസുകൾ വേറെയാണ്. ഏതായാലും എല്ലാവർക്കും ജയിലൊന്നും തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരാളൊരു ശിക്ഷയ്ക്ക് വിധേയമാകേണ്ട ഒരു തെറ്റിലേക്ക് ഒരാൾ പോയി എങ്കിൽ ആ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പിലാണ് അയാളെ ചിന്തകളാണ് അയാളെ ആദ്യമേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. ആ ചിന്തയെ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, എന്താ പറയാ, വെറുതെ തമാശക്ക് മദ്യപിച്ചു പോകുന്ന വഴിയിൽ ഓട്ടോക്ക് അല്ലെങ്കിൽ ബൈക്കിനൊക്കെ തീയിട്ടു എന്നൊക്കെ പറയുന്ന, കൂട്ടുകാരനെ കൊന്നു എന്നൊക്കെ. അത് ലഹരിയാണെങ്കിൽ, ലഹരി അല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരാളുടെ സംസാരങ്ങളുണ്ട്. അത് ചിലപ്പോ പകയായിരിക്കാം, ഇഷ്ടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്തും നമ്മളെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റും. ആ മാറ്റുന്ന ആ പ്രോഗ്രാമിംഗ് ആണ് ഈ പറയപ്പെട്ട NLPയിലെ ചർച്ചാ വിഷയമായ P. അപ്പോ നമ്മളുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഇത് സ്ഥിരമായി അങ്ങനെ അല്ല. പല ആളുകളും നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അയാൾ ഒരു പെരും ചൂടനാണ്, അല്ലെങ്കിൽ അയാൾ വളരെ ശല്യക്കാരനാണ്, അയാൾ പ്രശ്നക്കാരനാണ്, അയാളായിട്ട് അടുക്കണ്ട എന്നൊക്കെ നമ്മൾ ചില ആളുകൾക്ക് വിലയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വിലയിടാനുള്ള അല്ലെങ്കിൽ മാർക്കിടാനുള്ള കാരണങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ 1-2 പ്രാവശ്യം നമുക്കുണ്ടായ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ആ അനുഭവം വെച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ട എന്നതാണ് പ്രധാനമായി NLP പറയുക. അതൊക്കെ നമ്മളും പലപ്പോഴും പല ആളുകളോടൊക്കെ പരുഷമായി പെരുമാറിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ പരുഷക്കാരനാണ്, അല്ലെങ്കിൽ പരുഷ സ്വഭാവത്തിന് ഉടമയാണ്, നമ്മൾ സദാസമയം അങ്ങനെ ഒരു പ്രശ്നക്കാരനാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. എങ്കിൽ
നമ്മൾ എന്തിനാ മറ്റൊരാളെയും അതുപോലെ വിലയിരുത്തേണ്ട ആവശ്യം? അപ്പോ ഒരാളും ഭൂലോകത്ത് ഒരു പ്രശ്നക്കാരൻ ഇല്ല എന്നതാണ് സത്യം. നമ്മളെപ്പോലെ പച്ച സാധു മനുഷ്യന്മാർ തന്നെയാണ് മറ്റുള്ള ആളുകളുമൊക്കെ. പക്ഷെ അവർക്ക് ഇതുപോലെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കും അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാമായിരുന്നു. എന്റെ അധ്യാപകനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും പറയാം. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. ഭാര്യ മരണപ്പെട്ടിട്ട് 3-4 ദിവസം ആ ബോഡിക്ക് ചുറ്റും നിൽക്കേണ്ട ഒരു ഗതികേട്. കാരണം ഗൾഫിലും വിദേശത്തും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉള്ള ഇവിടെ റിലേറ്റീവ്സ് വരാൻ വേണ്ടി ബോഡിക്ക് മരണപ്പെട്ടു. അവര് വരുന്നവരെ ഈ ദിവസങ്ങൾ 1, 2, 3 ദിവസങ്ങൾ ഇവർ നിൽക്കുകയാണ്. 2 രാത്രികളും 3 പകലുകളും ഇവർ നിൽക്കുകയാണ്. അപ്പൊ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു സാഹചര്യം ഫേസ് ചെയ്തു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെന്റിലേറ്റ് ചെയ്യാന്നാ പറയാം. വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു റൂമിൽ അടഞ്ഞു കിടക്കുകയാണ്. അടച്ചിട്ട റൂമില് നിങ്ങൾ കിടക്കുന്നുണ്ട്, രാവിലെ രാത്രി കിടന്നു, അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റർ പോലും ഇല്ലാത്ത റൂമിലാണ് നിങ്ങൾ കിടന്നതെങ്കിൽ രാത്രി തന്നെ നിങ്ങളൊന്ന് മൂത്രയിക്കാൻ വേണ്ടി ഒന്നിനെ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കിടന്ന റൂം തന്നെ ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. അല്ലാത്ത നമ്മുടെ തന്നെ ഒരു നിശ്വാസവായുവിന്റെ ഒക്കെ ഒരു ചൂട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോ ഒരു ദുർഗന്ധമുള്ള റൂമാണ് നമ്മുടേത് എങ്കിൽ നമ്മൾ ആ ദുർഗന്ധം ഒഴിവാക്കാൻ ജസ്റ്റ് ജനലുകളും വാതിലുകളും തുറന്നിട്ടാൽ മതിയല്ലോ. ഇതേപോലെ നമ്മളെ മനസ്സിലുള്ള ഈ ഒരു ടെൻഷനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അതാത് സമയങ്ങളിൽ നമ്മൾ റിലാക്സേഷൻ കൊടുത്ത് ഒഴിവാക്കണം. ഇപ്പൊ നിങ്ങൾക്കറിയോ, ഏറ്റവും കൂടുതൽ ആളുകളുള്ള രോഗികൾ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാത്ത, ഒരു സ്കാനിങ്ങോ എക്സ്റേ എടുത്താൽ പോലും കാണാൻ കഴിയാത്ത ഒരുപാട് രോഗങ്ങളുടെ അഡിക്റ്റുകളാണ് ഇപ്പോഴുള്ള തലമുറകളിലെ പല ആളുകളും. കാരണം അവർക്ക് എന്താണ് രോഗമെന്ന് പോലും അവർക്ക് അറിയില്ല. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു, ഡോക്ടർ പറയും എന്താണ് തലവേദന, മൈഗ്രെയിൻ ആണ്, വയറുവേദന. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഡോക്ടേഴ്സ് നിങ്ങൾക്ക് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എഴുതും. കാരണം ഒരു സാധാരണയുള്ള ഒരു തലവേദന ഉണ്ടെങ്കിൽ കാണുന്ന കണ്ണിനോ പരിസരത്തൊക്കെയുള്ള ലക്ഷണങ്ങൾ, ഇപ്പൊ വയറുവേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യിലോ മുഖത്തോ കാണുന്ന അവസ്ഥകളൊക്കെ നോക്കിയാൽ അങ്ങനെ ഒരു വയറുവേദനയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ല. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, എൻഡോസ്കോപ്പി വരെ നടത്തേണ്ടി വരും. എന്താ നിങ്ങളെ വയറിനുള്ളിൽ, എന്താ നിങ്ങളെ അവിടെ ഇവിടെ എന്നൊക്കെ ചെക്കിങ്ങും സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ഡോക്ടർ പറയും ഇതിലൊന്നും പ്രശ്നമില്ല, ഇതിലും പ്രശ്നമില്ല, നിങ്ങൾ നാളെ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണിച്ചോളൂ എന്ന് പറയും. അപ്പോ അപ്പോഴേക്കും നിങ്ങൾ പല ആളുകളും ഏകദേശം ഇപ്പൊ ഇന്ന് വന്ന ഒരു ക്ലയന്റ് തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത് 70,000 രൂപയാണ് സ്കാനിങ്ങും മെഡിസിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട്. എന്താണ് അയാളുടെ അസുഖം? അയാളുടെ അസുഖം വിട്ടുമാറാത്ത വയറുവേദനയും തലവേദനയുമാണ്. ശരിക്കും നമ്മൾ അതിനെ ഇടപെട്ട് നോക്കുമ്പോൾ എന്താ നിങ്ങളെ പ്രശ്നം ചോദിക്കുമ്പോൾ നിങ്ങൾ അമിതമായി സങ്കടപ്പെടുന്ന കേസ് എന്താ നിങ്ങൾക്ക് അറിയാച്ചു? ഇല്ല, അങ്ങനെ കേസ് എനിക്കില്ല, അതാണ് അവര് പറയാ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. നേരെ നമ്മുടെ ഈ പൾസ് നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ചിലപ്പോൾ വളരെ സ്ലോ ആവും. ചോദ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തന്നെ നോക്കിയാൽ മതി. വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ചിട്ട് അവരോടൊപ്പം ഇങ്ങനെ തമാശ പറഞ്ഞാൽ മതി. അതിനേക്കാൾ ഈസി വേറെ അവരോടൊപ്പം കളിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ രസകരമായ ഒരു കളി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഒരു ഫോണോ എന്തെങ്കിലും സാധനം അവരെ കയ്യിൽ കൊടുക്കുക, അവരോട് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പറയും. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ അവരെ കൈ പിടിക്കുക കുറച്ചു നേരം. എന്നിട്ട് ഈ ഒളിപ്പിച്ച വസ്തുവിന് പരിസരത്തിലൂടെ നിങ്ങൾ നടന്നു പോയാൽ മതി. അപ്പൊ നിങ്ങൾക്കറിയാം ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് പെടക്കണത് ഈ കയ്യില് നമ്മൾ പിടിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിനാ ചോദിച്ചാൽ, അവരോടൊപ്പം ഇത്തിരി സമയം ചിലവഴിക്കുമ്പോൾ പൾസ് നോക്കി പരിശീലിച്ചാൽ നമുക്ക് മറ്റൊരാളുടെ പൾസ് നോക്കാനും അറിയാവുന്നത്. അപ്പൊ പൾസിൽ വേരിയേഷൻ വരല് നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ്. സങ്കടമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പടക്കൽ കൂടും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാൽ കാണാത്ത അസുഖങ്ങളുടെ ഉടമയായി നമ്മൾ മാറാനുള്ള കാരണം ഇതാണ്. ഇദ്ദേഹം ഈ പറയപ്പെട്ട 70,000-ലധികം രൂപ ചെലവഴിച്ച, അതും 1-2 ആഴ്ച കൊണ്ടാണ് ചെലവഴിച്ച ആളുടെ കഥയിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ മരണത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അയാൾ കണ്ണടച്ചാൽ അയാൾ മരിക്കുന്നത് അയാൾ കാണുകയാണ്. അപ്പോ ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും യെസ് എന്റെ മരണത്തിന്റെ സമയമായി എന്ന ചിന്തയാൽ. അതിനും അടിസ്ഥാന കാരണം NLPക്ക് ഒരു പ്രത്യേകത ഉണ്ട്.
അവർ പറയുന്ന കേസുകൾക്കൊക്കെ എന്തിനും ഒരു അടിസ്ഥാന കാരണം ഉണ്ടാകുന്നതാണ്. അടിസ്ഥാന കാരണം എന്നത് ആ പറയുന്ന കേസുകളിലൊന്നുമല്ല, അതിന്റെ റൂട്ട് കോസിലേക്ക് ഇടപെടണം. റൂട്ട് കോസ് അതാണ് അടിസ്ഥാന കാരണം. അത് മിക്കവാറും ഇടപെടൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടാവുക ഗർഭപാത്രത്തിലേക്ക്, മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ എത്തിയ നിമിഷം മുതൽ 7 വയസ്സ് വരെ എന്നാ പറയാം. അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന ഫീലിംഗ് ഉണ്ടാവും. കാരണം ഒരു 3 മാസം 4 മാസമൊക്കെ ആകുമ്പോഴല്ലേ ഈ ഉദരത്തിലുള്ള ഭ്രൂണത്തിന് ജീവൻ വരും. അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ അറിയാം എന്ന ചോദ്യമുണ്ട്. അത് ഇന്ന് വന്ന ഒരു കേസിൽ എനിക്കിന്ന് ബോധ്യമായിട്ടുണ്ട്. കാരണം അവർക്ക് ഗർഭം ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അമിതമായ ബ്ലീഡിങ് ഉണ്ടായിരുന്ന ഒരാളുണ്ട്. ഗർഭമുണ്ടായോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല, പക്ഷെ ബ്ലീഡിങ് ഉണ്ട്. അപ്പൊ ഡോക്ടറെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് ഗർഭിണിയാണ് എന്ന്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോ ശരിക്കും ഒരു ഗർഭത്തിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു മാസമെങ്കിലും കഴിഞ്ഞെങ്കിലല്ലേ അമ്മ പോലും അറിയാം. അമ്മമാർക്ക് തിരുത്തണമെങ്കിൽ തിരുത്തട്ടോ, അറ്റ്ലീസ്റ്റ് ആ പീരീഡ് എങ്ങനെ തെറ്റിയെങ്കിലല്ലേ കുട്ടി ഉണ്ട് എന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയും ഡോക്ടറെ ചെക്കിങ് നടത്തുകയും ഓക്കെ പറയുകയും ചെയ്ത അന്നത്തെ ഭയമാണ് ഈ മരണഭയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ജീവൻ ഉണ്ടാകുമെന്നും വേണ്ട, അതിനു മുമ്പേ നമ്മുടെ ഒക്കെ ഉള്ളിലൊരു ആത്മാവ് രൂപം കൊണ്ടിട്ടുണ്ടെന്നും, അല്ലെങ്കിൽ ഭയം, അബോധ മനസ്സ് ആക്റ്റീവായിട്ടുണ്ടെന്നും തിരിച്ചറിയും. അപ്പോൾ ഈ ആക്റ്റീവായ മൈൻഡിനുള്ള പ്രോഗ്രാമിങ് എന്ന് നമ്മൾ പറയുന്നത് ഈ പറയപ്പെട്ട വയറുവേദന, തലവേദന ഇതൊക്കെയാണെങ്കിലും അതിന്റെ ലാംഗ്വേജിന്റെയും മുമ്പിലുള്ള ഈ ബിഹേവിയറിന്റെയും മുമ്പിലുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് മുമ്പുള്ള ചിന്തകൾ, ആ ചിന്ത വന്നത് എവിടെന്നാന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട ഗർഭപാത്രത്തിന് ശേഷമാണ്. അപ്പൊ അവിടെയുള്ള ആ കാലഘട്ടത്തിൽ വന്ന വാക്കുകൾ, പ്രവൃത്തികൾ, അമ്മയുടെ ദുരന്തങ്ങൾ എല്ലാം ഈ കുട്ടിയുടെ മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കുട്ടിയായാലും നമ്മൾ എത്ര വലിയ ആളായാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള ഈ ചിന്തകളെയൊക്കെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത്, വൈറസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്ത് ചിന്തിക്കണം, എങ്ങനെ നമുക്ക് മാറണം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടും. ഇല്ലെങ്കിലോ ആ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് പേപ്പറുകൾ മാത്രമായിരിക്കും. ഇപ്പോ ഒരു സ്കൂളില്, ഈ അൺഎയ്ഡഡ് സ്കൂളില് ഞാനൊരു കുറച്ചു കാലം പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടേക്ക് വന്ന ഒരാളുണ്ട്. അദ്ദേഹം M.Tech കഴിഞ്ഞ ആളാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, ഈ സ്കൂളിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എനിക്ക്. M.Tech കഴിഞ്ഞിട്ട് അയാൾക്ക് അറിയുന്നില്ല എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്. അപ്പൊ അദ്ദേഹം പഠിച്ചെടുത്തത് എത്ര വലിയ സർട്ടിഫിക്കറ്റ് ആണെന്ന് അയാൾക്ക് വാല്യൂ അറിയുന്നില്ല. അയാൾക്ക് ഇപ്പൊ മുമ്പിൽ എന്തേ ഉള്ളൂ, കുടുംബത്തിൽ ഒത്തിരി പൈസന്റെ ആവശ്യമുണ്ട്, അതിന് ജോലിക്ക് നിർബന്ധമാണ്, ആ ജോലിക്ക് ഒരു സ്കൂളിലെ ജോലി എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് അവരൊക്കെ ലക്ഷ്യം. അപ്പോ എന്തിനു വേണ്ടി ഞാൻ M.Tech എടുത്തു എന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ലെങ്കിൽ അയാളുടെ കയ്യിൽ കിട്ടിയ ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ജസ്റ്റ് പേപ്പറിനേക്കാൾ തൂക്കി വെക്കാൻ പോലും കഴിയാത്ത, പേപ്പറിനേക്കാൾ വാല്യൂ കുറഞ്ഞ സാഹചര്യത്തിലുണ്ടാവുക. അപ്പൊ അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. യെസ്, നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂൾ നമ്മുടെ മൈൻഡിന്, മനസ്സിന് സ്ട്രോങ് ആവാനുള്ള ടൂൾ തന്നെയാണെന്നാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആവുന്നോ, സ്ട്രോങ് ആയ അവസ്ഥയിലേക്ക് മാറുന്നോ എന്നത് ആദ്യം തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. എത്രത്തോളം നല്ല ചിന്തകൾ നമ്മൾ കൊടുക്കുന്നു, യെസ് അത്രത്തോളം സ്ട്രോങ് ആവും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ? ഒത്തിരി കാര്യം ചെയ്യാം. നമ്മൾ 2-3 ആളുടെ ഹിസ്റ്ററി എടുക്കാം. ഏറ്റവും പവർഫുൾ ആയി നമുക്കറിയുന്ന, വളരെ ഒരു സൂപ്പറായിട്ട്, ഇപ്പൊ നമുക്ക് ഏറ്റവും പേടിയുള്ളത് പബ്ലിക് സ്പീക്കിംഗ് പ്രയാസമാണ്, സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ പേടി എന്താണ്, നമ്മുടെ ചിന്ത എന്തായിരിക്കും? യെസ്, ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, അങ്ങനെ ആവുമോ, ഇങ്ങനെ ആവുമോ എന്നുള്ള മാനസിക സംഘർഷമായിരിക്കും. എന്നാൽ അതേ വേദിയിൽ, അതേ പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ ഉഷാറായിട്ട് സംസാരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആളുടെ ചിന്ത എന്തായിരിക്കും? അയാളുടെ ചിന്ത, യെസ്, ഈ വേദി എന്റെ കയ്യിലുള്ള സാധനമാണ്, ഇതിനെ എനിക്ക് ഇനി ഉയർത്തണം, ഇതിലൂടെ എനിക്ക് വളരണം എന്നത്. ഇപ്പൊ ഒരു കുറച്ചു കാലമൊക്കെ മുമ്പ് ഞാനൊരു ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്നെ ആകെ ഒരു സെഷന് വേണ്ടിയിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആകെ 1 മണിക്കൂറിന് ഒരു സെഷന് എന്നെ ക്ഷണിച്ചു. അപ്പൊ എന്നെ ക്ഷണിച്ച ആളോട് ഞാൻ പറഞ്ഞു, അത് കൊണ്ടോട്ടി അടുത്തൊരു എടവണ്ണപ്പാറ ഭാഗത്തൊരു സ്ഥാപനത്തിലാണ്. ഞാൻ അവിടെ ആ ഏരിയയിലുള്ള എല്ലാ ലേഡീസിനുമാണ് ക്ലാസ്.
ഞാൻ അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾ ക്ഷണിച്ചത് 1 മണിക്കൂറിന്റെ ഒരു ദിവസത്തെ ക്ലാസ്സിലാണ്. എന്നാൽ ഇതേ ക്ലാസ് ഞാൻ 15 ദിവസത്തെ ക്ലാസ് ആക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ എന്നുള്ളത് ഓരോ ദിവസവും ഞാൻ ഈ 2 മണിക്കൂർ വരുന്ന ഓരോ ദിവസങ്ങളിലും തുടർച്ചയായിട്ടല്ല, എന്റെ ഒഴിവിനനുസരിച്ച് തുടർച്ചയായി ഞാൻ വരുന്നതൊക്കെ ഈ 2 മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾ കൊണ്ടുവന്ന ഈ ഓഡിയൻസ് എഴുന്നേൽക്കാത്ത വിധം ഞാൻ ക്ലാസ് എടുക്കും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു എന്നെ ക്ഷണിക്കുന്ന ആൾക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സാധനമാണ്. അങ്ങനെ ക്ലാസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ വിളിച്ചു. ഒന്നാമത്തെ ക്ലാസ് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ക്ലാസ് അദ്ദേഹത്തിന് ഞാനൊരു ഇടം കണ്ടിട്ട് നോക്കി, അയാള് ക്യാരി ഓൺ തുടരാൻ വേണ്ടി പറയുകയും 2ാമത്തെ മണിക്കൂർ പറഞ്ഞു ഞാൻ 2 മണിക്കൂർ തുടരായി, അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ് പറഞ്ഞു. അവര് പറഞ്ഞു ഇല്ല, 2 മണിക്കൂർ ആയില്ല, നിങ്ങൾ വെറുതെ പറയാണ്. അപ്പൊ തൊട്ടുബേക്കിൽ, എന്റെ തൊട്ടുബേക്കിൽ തന്നെ പിന്നെ അവരുടെ ക്ലോക്ക് തന്നെ ഉണ്ട്. ഞാൻ കൊണ്ടുപോയ ക്ലോക്ക് ഒന്നുമല്ല, ആ ക്ലോക്കിൽ തുടങ്ങിയ സമയം അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 മണിക്കൂറും കവിഞ്ഞു എന്നത് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് പോകാൻ തീരുമാനിക്കണം വളരെ സങ്കടത്തോടെ. എന്നാൽ അടുത്ത ക്ലാസ്സിന്റെ ഡേറ്റ് തീരുമാനിക്കാന്നും പറഞ്ഞു. അങ്ങനെ അടുത്ത ക്ലാസ്സിന്റെ ഡേറ്റ് അങ്ങനെ പോകുന്നു. സർക്കാർ സർവീസിൽ ഞാൻ കയറുന്നത് വരെ തുടർച്ചയായി 15 16 ക്ലാസ്സുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് ചിന്തകൾ നമ്മളിലേക്ക് വരും. ലക്ഷ്യമുണ്ടോ, ചിന്ത അതിനനുസരിച്ച് ചിന്തയായിട്ട് മാറും. അപ്പൊ നമ്മളെ ബോഡി ലാംഗ്വേജ് അതിനനുസരിച്ച് മാറും. അപ്പൊ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമായിട്ട് മാറും. സാധാരണ ക്ലാസ്സിൽ പറയാറുള്ള ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയാം. നമുക്ക് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ പോകണം. ട്രെയിനിലാണ് യാത്ര. ഓക്കെ, ട്രെയിനിൽ യാത്രയാണെങ്കിൽ നമുക്കറിയാം ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് വേണമെങ്കിൽ ടോയ്ലറ്റിൽ പോവാം. ഈ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? യെസ്, ടോയ്ലറ്റ് ഒന്ന് പോയി നോക്കും. ഓക്കെ ആണെങ്കിൽ നമ്മളെ കാര്യം സാധിക്കും. അപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന്റെ ഇടയിലൊക്കെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ പോയ ടോയ്ലറ്റ് ഈ ബോഗിയിലും അല്ലെങ്കിൽ ആ ബോഗിയിലും പോയി നോക്കുമ്പോൾ രണ്ടും മഹാവൃത്തികെട്ട സാധ്യത. ഒരിക്കലും നമുക്ക് അല്ലെങ്കിൽ അടുക്കാൻ കഴിയുന്നില്ല. ഇതേ ആൾ ഒരു പക്ഷേ ഒരു ദിവസം വരെ ഇയാൾ ടോയ്ലറ്റിൽ പോവാതെ കാത്തിരിക്കാൻ ഇയാൾക്ക് കഴിയും. നമ്മൾ പലപ്പോഴും പല സമയങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 1, 2, 3 മണിക്കൂറൊക്കെ നീണ്ട യാത്രകൾ പോകുമ്പോൾ നമ്മൾ ആരും ഓരോ അരമണിക്കൂറിൽ 10 മിനിറ്റിലൊന്നും എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ഡ്രൈവറോട് പറയാറില്ല. എന്നാൽ ഇതേ ആളുകൾ സ്വന്തം വീട്ടിലാണെങ്കിലോ എപ്പോഴാണ് പോയത് എപ്പോഴാണ് വന്നതെന്നും കൃത്യമായ ധാരണ പോലും ഉണ്ടാവില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു വലിയ ലക്ഷ്യമാണ്, യാത്ര വലിയ ലക്ഷ്യമായി നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ഈ പറയപ്പെട്ട ഒന്നിനെ പിടിച്ചു നിർത്താൻ കഴിയും, 2നെയും മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ചിന്തകളെ, ഈ വളരെ പവർഫുള്ളായി നേടിയെടുത്ത ഓരോ ആളുകളും അതേ സമയത്ത് ചിന്തിച്ച ചിന്തകളെ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്ന സമയം മുതൽ നമ്മൾക്കും അതേ കഴിവുകൾ കോപ്പി ചെയ്യാൻ കഴിയുമെന്ന് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NLP ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ലാതെ 72-ലാണ്. ഒരു അധ്യാപകന്റെ അടുത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥിയാണ് റിച്ചാർഡ് ബാൻഡ്ലർ. അന്നത്തെ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം അധ്യാപകനോട് പറയുന്ന വാക്കുണ്ട്, നമുക്ക് കയ്യിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി എടുക്കാൻ കഴിയുന്നുണ്ട്, ഫോട്ടോ കോപ്പി എടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു ആളിലേക്കുള്ള ഒരു കഴിവ് ഒരാൾക്കുണ്ടെങ്കിൽ അയാളുടെ അതേ കഴിവിനെ നമുക്ക് എന്താ കോപ്പി ചെയ്താൽ അയാൾ ധരിക്കുന്ന അതേ വസ്ത്രം ധരിക്കുക, അയാൾ ചിന്തിക്കുന്ന അതേ ചിന്തകൾ എടുക്കുക, അയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണോ അതുപോലെ ബോഡി ലാംഗ്വേജ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ ശൈലി, എല്ലാം നമുക്ക് കോപ്പി ചെയ്താൽ അയാളുടെ സ്കില്ല് നമ്മിലേക്ക് വരില്ലേ? വരും. ഇത് ക്ലിയർ ആയി പ്രൂവ് ചെയ്തതാണ് NLP എന്നതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി റിച്ചാർഡ് ബാൻഡറിന്റെയും അധ്യാപകന്റെയും ഒരു കൂട്ടുകായിട്ട് ഉണ്ടായതാണ് NLP എങ്കിൽ ഇന്ന് ഈ മേഖലയിൽ അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ ഇതിൽ പുരോഗമനപരമായ പുതിയ സംഭവ വികാസങ്ങൾ കണ്ടെത്തുകയും ആഡ് ചെയ്യപ്പെടുകയും അതിൽ PhD കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കുറേ സാധനങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട തന്നെയാണ് നമുക്കൊക്കെ 10ഉം 15ഉം ആളുകളുടെ ശക്തിയൊക്കെ ഉണ്ടോ? 10 ആളുടെ ശക്തിയൊക്കെ ഉണ്ടോ? എവിടെ? നമുക്ക് നമ്മളെ ശക്തി തന്നെ ഉള്ളൂ എന്ന് തോന്നും. മരം കയറാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മൾ എനിക്ക് മരം കയറാനൊന്നും കഴിയില്ല. അപ്പൊ നിങ്ങളുടെ, ഞാൻ ഇങ്ങനെ തമാശക്ക് പറയാറുള്ള ഒരു വാക്കാണ്, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നു, എന്റെ വീടിന് മുന്നിലൊരു തെങ്ങുണ്ട്, നിങ്ങൾക്ക് തെങ്ങ് കയറാൻ അറിയോ? ഇല്ല. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴാണ്
പേ പിടിച്ച ഒരു 4-5 നായകൾ നിങ്ങൾക്ക് നേരെ കുരച്ചു ചാടി വരുന്നത്, നിങ്ങൾ എന്താ ചെയ്യുക? അവയെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മുമ്പിൽ ഒരു തെങ്ങുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ യെസ്, കയറാൻ കഴിയും. അതിന് മുകളിലേക്ക് വരെ എത്താൻ കഴിയും. പക്ഷെ താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പക്ഷേ ഫയർഫോഴ്സ് ഒക്കെ വേണ്ടി വരുന്ന അർത്ഥം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് എപ്പോഴൊക്കെയെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ജയിലിൽ പോകാനും മറ്റൊരാളെ നശിപ്പിക്കാനും ഒക്കെയായിരുന്നു നമ്മൾ ആ ശക്തി വിനിയോഗിച്ചത്. എന്നാൽ അതേ ശക്തി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന ചിന്ത കൊണ്ടുവന്നാൽ മതി. അപ്പൊ നമുക്കറിയാം, യെസ്, നേരത്തെ പറഞ്ഞല്ലേ 25 വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടെത്താൻ എനിക്ക് കഴിയോ? എനിക്കും കഴിയും, നിങ്ങൾക്കും കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, കൗൺസിലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്, അധ്യാപകൻ ഞാനാണ്, ഇതാ നിങ്ങൾക്ക് കാണാം ട്രെയിനിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെയും ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ നിങ്ങളുടെ മുന്നിലും എന്റെ മുന്നിലും ഉണ്ട്. ഇത് സാധാരണ ഞാൻ പെരിന്തൽമണ്ണയിൽ ഒരു കാലത്ത് പത്രപ്രവർത്തനമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോ പത്രത്തിൽ പ്രത്യേകത ഉണ്ടല്ലോ, പരസ്യങ്ങൾ സൗജന്യമായി കിട്ടും. പ്രത്യേകിച്ച് ഈ ബാങ്കുകളുടെ പരസ്യങ്ങളൊക്കെ സൗജന്യമായി കിട്ടും. അല്ല നമ്മളിന് വേണ്ടി കാര്യമായി പണിയെടുക്കൊന്നും വേണ്ട, അവരുടെ സമയമാകുമ്പോൾ കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ആ ഫീസ് വരികയും ചെയ്യും. അപ്പൊ പരസ്യം വാങ്ങുന്നു, കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ ഇടയിൽ നമ്മൾ ആ ഓഫീസിലെ അല്ലെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. ആ കണക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരാൾ പണം അടച്ചു പോകുമ്പോൾ അവിടുത്തെ മാനേജർ എനിക്ക് പരിചയപ്പെടുത്തുകയാണ്. 2008 അന്നത്തെ കാലത്ത് അയാൾ ഡെയിലി 3000 രൂപ, ഒരു അണ്ണൻ തമിഴ്നാട്ടുകാരൻ, ഡെയിലി മിനിമം 3000 രൂപ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ഇടും. അപ്പൊ ഒരു ദിവസം 3000 രൂപ 2008, ഇന്ന് വലിയ സംഭവം ഒന്നല്ല, അന്ന് 2008 3000 രൂപ എന്ന് വലിയ സംഭവമായിരിക്കും. 3000 രൂപ ഒരു ദിവസം ഇയാൾ അക്കൗണ്ടിൽ ഡെയിലി ഇടണമെങ്കിൽ ഇയാളുടെ വരുമാന വഴി എന്താ എന്ന ചിന്തയുണ്ട്. അപ്പൊ അയാളുടെ പണി എന്താന്ന് വെച്ചാൽ ഒരു 3 മണിയാകുമ്പോഴാണ് ജസ്റ്റ് കപ്പലണ്ടി, കടല എന്ന് പറഞ്ഞ സാധനമല്ലോ, അത് കച്ചവടം ചെയ്യുന്നത്. അത് 8 മണിയാകുമ്പോഴേക്കും അത് നിർത്തിയിട്ട് അയാൾ പോയിട്ടുണ്ടാവും. അടുത്ത ദിവസം ബാങ്ക് വരുമ്പോൾ അയാളെ രാവിലെ തലേ ദിവസത്തെ പൈസ കൊടുത്ത് അടക്കുന്നുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കടലക്കച്ചവടം ചെയ്യുന്ന, പ്രത്യേകിച്ച് വൈകുന്നേരം നമ്മളൊക്കെ ജോലി നിർത്തിയ ശേഷം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ പലപ്പോഴും താടൊക്കെ കൈ കൊടുത്ത് ആലോചിച്ചിരിക്കലാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മുടെ കഴിവിനെ കുറിച്ചല്ല, അപരന് കിട്ടുന്ന കുഴപ്പങ്ങളെ കുറിച്ച്. കുഴപ്പമൊന്നല്ല, അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സങ്കടപ്പെടുകയാണ്. അയാൾക്ക് കിട്ടിയ അനുഗ്രഹം നമ്മുടെ കണ്ണില് അത് കുഴപ്പമായിട്ടാണ് കാണുന്നത്. അപ്പോ പ്രശ്നങ്ങളായി കണ്ട് മുരടിച്ച മനസ്സാണ് മലയാളിയുടേത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രാവിലെ പത്രം എടുത്ത് നോക്കിയാൽ പത്രങ്ങളിലെല്ലാം പരമാവധി നെഗറ്റീവ് വാർത്തകൾക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക. ഇന്നലെ അമ്മയെ തല്ലിയത് വാർത്തയായിരുന്നെങ്കിൽ ഇന്ന് അമ്മയെ കൊന്നാൽ പോലും വാർത്ത അല്ലാണ്ടാവുന്നതും അതാണ് കാരണം. അപ്പൊ നമ്മളെയൊക്കെ മിസ്ലീഡിങ് എന്ന് പറയാം, ഒരു ദുരന്തത്തിൽ നിന്ന് മറ്റൊരു ദുരന്തത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ പറയപ്പെട്ട പത്രപ്രവർത്തനം. മാത്രമല്ല വാർത്ത, അങ്ങനെ വാർത്ത എഴുതിയെങ്കിലേ ആ വാർത്തക്ക് ഒരു ഹരം ഉണ്ടാവുകയുള്ളൂ. ഒരു നന്മയുടെ വഴികളൊക്കെ പറയുകയാണെങ്കിൽ അതിൽ വളരെ വലിയ വാല്യൂ കിട്ടിക്കോണമെന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് ഒതുങ്ങി. എന്താ സിസ്റ്റം? ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് എന്ന് ചിന്ത. രാഷ്ട്രീയം അങ്ങനെ തന്നെ. ഈ ഭാഗം ആ ഭാഗത്തെ പറയുന്നു, ഈ തെറ്റ് ആ തെറ്റ്, ഇവരെ തെറ്റ് ഈ പാർട്ടിക്കാരൻ ചെയ്യണം, അത് വലിയ തെറ്റ് മറ്റേ പാർട്ടിക്കാരന്. അയാൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് പ്രശ്നമാണ്, ഇവരുടെ ആളുടെ തെറ്റ്. അങ്ങനെ വെച്ചാൽ ഒരാളുടെ തെറ്റിനെ ന്യായീകരിക്കുക എന്നല്ലാതെ തെറ്റിനെ തെറ്റായി പോലും കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ദുരന്തം. അപ്പൊ അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളുടെ ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും. ഇപ്പോ വിവാഹം കഴിഞ്ഞാത്ത ചില കുട്ടികൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ. പ്രത്യേകിച്ച് ഒരു 28-30 വയസ്സ് കല്യാണത്തിന് എന്താ പറയാ, ചായ കുടിക്കാൻ പോകുക എന്നാണ് നാട്ടിലെ പ്രയോഗം. ചായ കുടിക്കാൻ ഡെയിലി പോകുന്ന ചില ചെറുപ്പക്കാരുണ്ടാവും. ഇന്ന് അവിടെ പോയി പെണ്ണ് കാണാൻ പോയി, അത് ശരിയായില്ല. അടുത്ത പെണ്ണ് കാണാൻ പോയി, അതും ശരിയായില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അപ്പൊ ആ ഒരു സങ്കടത്തോടെ നിൽക്കുന്ന ആളുടെ മനസ്സിൽ ഇതൊന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനസ്സിൽ മുഴുവനും വെപ്രാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആളെ അല്ലെങ്കിൽ ഈ വധുവിന്റെ
കുടുംബക്കാർക്ക് പോലും പിടിക്കില്ല. കാരണം അയാളുടെ മനസ്സിലുള്ളത് മുഴുവനും ടെൻഷനാണ്. ആ ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിൽ മുഖത്തും ആ ടെൻഷൻ കാണിക്കും. അപ്പോ ഈ പറയപ്പെട്ട സൗന്ദര്യമുള്ള മുഖത്തിന് നമുക്ക് പുറം ലോകത്തേക്ക് കാണിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല. പുഞ്ചിരിച്ചാൽ പോലും അയാളെ കളിയാക്കാന്ന് തോന്നുന്നുണ്ടാവുള്ളൂ. കാരണം നമ്മളെ മുഖത്ത് വരുന്ന ഭാവമാറ്റം അങ്ങനെയായിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചിന്തകളെ തിരിച്ചറിയാൻ കഴിയുക, ഉള്ളിലേക്ക് എടുക്കുന്ന ചിന്തകളെ പോസിറ്റീവ് ആണെങ്കിൽ യെസ്, നമുക്ക് ഏറ്റവും നല്ല ബിഹേവിയർ, പെരുമാറ്റം, പ്രോഗ്രാമിംഗ് നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് മെച്ചപ്പെടണം എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇടപെടേണ്ടത് ഈ പറയപ്പെട്ട നിങ്ങളുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അല്ല. നിങ്ങൾ ഇടപെടേണ്ടത് നിങ്ങളുടെ ചിന്തയിലാണ്. നല്ല ചിന്തയുണ്ടായാൽ നിങ്ങൾക്ക് നല്ല വാക്കുകൾ ഉണ്ടാവും. അപ്പൊ നന്നായി സംസാരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നല്ല ബോഡി ലാംഗ്വേജ് വരും. അപ്പൊ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ സ്വഭാവവും ഒക്കെ നന്നായി മാറും. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്, NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പൊ ഭാഷ അതിനനുസരിച്ച് നമുക്ക് മാറും. ചിന്ത നന്നായാൽ ഭാഷ നന്നാവും. ഇപ്പൊ ഈ ക്ലാസ് എടുക്കാൻ 1 മണിക്കൂർ സംസാരിക്കാനുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം നോക്കി വെച്ചു. എന്നാൽ ആ നോക്കി വെച്ച സീക്വൻസ് തന്നെ ഞാൻ സംസാരിച്ചോണമെന്നില്ല. കാരണം ഇതൊരു പ്രോഗ്രാമിങ്ങിന്റെ ഭാഗമാണ്. യെസ്, എത്രത്തോളം നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, നിങ്ങളിൽ എന്നെ പരിചയപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് ഞാൻ കണ്ടെത്തുക, തേടുക എന്ന് തന്നെയാണ് ഇതിൽ ലക്ഷ്യം. അപ്പൊ നിങ്ങളെ ഞാനത് വെറുപ്പിച്ചു വിട്ടാലോ, പിന്നെ നിങ്ങൾ എന്നേക്ക് തിരിഞ്ഞു നോക്കുകയല്ല. അപ്പൊ നിങ്ങളെ ചേർത്ത് നിർത്താനും കൂടെ നിർത്താനും എന്തൊക്കെ വഴികളുള്ളത് ഞാൻ ചിന്തിക്കണം. അപ്പൊ എന്റെ കഴിവുകളെ, സ്കില്ലുകളെ ഞാൻ മെച്ചപ്പെടുത്തി എടുക്കണം. അപ്പൊ മുമ്പ് പഠിച്ച ആളുകൾക്ക്, മുൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് സെയിം സാധനം കൊടുത്താൽ യെസ്, അയാൾ ഇത് എന്ത് ക്ലാസ് ആണെന്ന് തോന്നിപ്പോകും. അപ്പൊ അയാൾ പിന്മാറാതിരിക്കണമെങ്കിൽ യെസ്, അയാളും എന്നെ കൂടെ നിർത്തണം. എന്നാൽ എന്നും എന്റെ കൂടെ നിൽക്കാൻ ഞാൻ ആരോടും പറയാറില്ല. ഇന്ന് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന നിങ്ങളോട് ഞാൻ ആദ്യം നിർദ്ദേശിച്ച ക്ലാസ് ഇങ്ങനെയായിരുന്നു. ഈ ക്ലാസ് നിങ്ങളുടെ സേവനം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടാണ്ടാവും. അപ്പോഴും നിങ്ങൾ പഠിക്കണം. എത്രത്തോളം നിങ്ങൾ വായിക്കാൻ കഴിയുമോ അത്രയും വായിക്കണം. വായിച്ചാലേ അത്രയും നല്ല വാക്കുകൾ, ഒരു വാക്കിനും പ്രയാസം കിട്ടാതെ നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. വാക്കുകൾ വരുന്ന നാവിലല്ല, ആ ചിന്തയിലാണ്. ആ ചിന്തയിലേക്ക് സാധനം കിട്ടണമെങ്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. ബുക്കുകൾ തന്നെ വായിക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആരെങ്കിലും എഴുതിയ, ട്വിറ്ററിലൊക്കെ എഴുതിയ ലേഖനങ്ങൾ വായിച്ചാലും മതി. ഈ വായിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വാക്കിന്റെ മേലെ നമ്മൾ 16 സെക്കൻഡെങ്കിലും നമ്മളെ കണ്ണവിടെ തടഞ്ഞു വെക്കും. അപ്പൊ ചിന്ത അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ കണ്ണിൽ കണ്ടത് അവിടെ നിലനിൽക്കുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നാളെ ഒരു വാക്കായിട്ട് തുടരെ വാക്കുകളായിട്ട് വരണമെങ്കിൽ ഈ ചിന്തകൾ കിട്ടാൻ അത് ഉപകാരപ്പെടുന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ്സുമായി, കോഴ്സുമായിട്ടൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. തൽക്കാലം നമുക്കത് വഴിയെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങും ഇതിന്റെ സ്റ്റാർട്ടിങ്ങും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ഒരു 12 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്നാൽ നിർബന്ധമില്ലതാണ് കേട്ടോ. ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്കൊന്ന് മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ നിർബന്ധമില്ല. പിന്നെ പ്രത്യേകിച്ച് പറയണത്, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഐഡന്റിറ്റി പുറത്തേക്ക് പറയണമെന്നില്ല. കാരണം ഇത് റെക്കോർഡിംഗ് ആണ്. നാളത് പൊതു ആളുകൾ കാണുമ്പോൾ എത്ര ആളുകൾ കാണുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പോ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നമ്മൾ ഗ്രൂപ്പിലിട്ടത് ഏതോ സമയത്ത് ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരൊറ്റ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ആള് കാണുന്നു എന്നത് നമുക്ക് അറിയേ പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പലപ്പോഴും പരിചയപ്പെടാൻ നിൽക്കാതിരിക്കാനുള്ള കാരണം. ഇങ്ങനെയുള്ള ഫസ്റ്റ് 2 ദിവസങ്ങളിൽ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നതുള്ളൂ. നിങ്ങളെ പരിചയപ്പെടുക എന്നതിൽ ഇവിടെ ലക്ഷ്യമേ അല്ല. എന്നാൽ ഈ പറഞ്ഞത് വല്ല മണ്ടത്തരങ്ങളോ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വല്ല കാര്യങ്ങളോ പറഞ്ഞതായി നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ സമയമാണല്ലോ, തിരിച്ചറിയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. ചോദിക്കാനൊന്നുമില്ല എന്ന് കരുതുന്നു. അപ്പോ ഇത്രയേ ഉള്ളൂ. NLP എന്താണെന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഒന്നും കൂടെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാം. ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂൾ കിറ്റ് തന്നെയാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, സ്വഭാവത്തെ, മനുഷ്യ സ്വഭാവത്തെ ഒക്കെ കൃത്യമായി അനലൈസ് ചെയ്യുകയും വളരാനും നമുക്ക് ഉയരാനും സഹായകമാകുന്ന ഒരു ടൂള് തന്നെ. ഒരു ടൂളൊന്നല്ല കേട്ടോ, ഒരു കൂട്ടം ടൂളുകളുടെ ഒരു കലവറ തന്നെയാണ് NLP.
അതുകൊണ്ട് തന്നെ NLP ഞാൻ പരസ്യപ്പെടുത്താറുള്ളത് കൗൺസിലിംഗ് മാത്രമല്ല, NLP അടിസ്ഥാനപ്പെടുത്തിയുള്ള കൗൺസിലിംഗ് എന്നാ പറയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മിക്കവാറും കോടതികളിലൊക്കെയുള്ള പ്രത്യേകിച്ച് നിരപരാധിയായ ഒരാളുടെ കേസുകളൊക്കെ ഇഷ്ടംപോലെ വരും. ഇപ്പൊ ഈ കുറച്ചു കാലമായിട്ട് ഒരു 2012 ശേഷം വരുന്നൊരു പ്രധാന കേസാണ് പോക്സോ കേസുകൾ. യഥാർത്ഥ പോക്സോ പ്രതികളല്ല വരുന്നുണ്ടാവുക, നിരപരാധികളെ ഇങ്ങനെ ഈ കേസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില കേസുകളിലൊക്കെ ചില കുട്ടികൾ ബാഹ്യ പ്രേരണകളാണ്, കുടുംബത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ സഹപ്രവർത്തകരൊക്കെ പ്രേരണയാലൊക്കെ ചില കുട്ടികൾ സ്റ്റേറ്റ്മെന്റ് 1-2 ആളുടെ മുമ്പിൽ കൊടുക്കും. എന്നിട്ട് ഈ പറയപ്പെട്ട പാവങ്ങൾ അതിന്റെ മേലെ നിരന്തരം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ജഡ്ജിക്ക് ഇത് ബോധ്യമാവുക, ഇത് സംശയം ജസ്റ്റ് സംശയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് കൗൺസിലിങ്ങിന് വിധേയമാക്കാൻ വേണ്ടി കുട്ടിയെ ഇങ്ങോട്ട് അയക്കും. അപ്പൊ ഇവിടെ അയക്കുമ്പോഴാണ് നമ്മൾ അതിനെ 2-3 സംസാരം തുടങ്ങിയാൽ മാത്രം മതിയാകും. ഇവർക്ക് അവരുടെ ഉള്ളിൽ അത് നിലനിൽക്കൂല, അത് വേഗം പൊട്ടും. ആ പൊട്ടിത്തെറിക്കല് അതൊരു പൊട്ടിത്തെറിയായിട്ട് മാറും. ഉടനെ അവര് ജഡ്ജിയെ ഇവിടെ നിന്ന് മിക്കവാറും ഒരു 5-6 കേസുകൾ ജഡ്ജിക്ക് ഇവിടുന്ന് ഫോൺ ചെയ്തിട്ടുണ്ട്. ജഡ്ജി പറയും, നിങ്ങൾ ഇവിടെ ഫോണിൽ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നോളൂ പറയും. അപ്പൊ ഇവിടുന്ന് ക്ലയന്റുകൾ നേരെ ജഡ്ജിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ചേംബറിലേക്കൊക്കെ പോയി അവിടെ ഒപ്പിട്ട് കൊടുത്ത് കേസ് പിൻവലിച്ചത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് എന്റെ മഹത്വം പറയാനല്ല ഞാൻ ഈ പറഞ്ഞത്. ഇത് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ പ്രോഗ്രാമിംഗ് എന്നത്, ഒരാളുടെ പെരുമാറ്റം എന്നത്, സ്വഭാവം എന്നത് അയാളുടെ ചിന്തകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമുക്ക് അയാളെ ചിന്തകൾ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഒരാളുടെയും ചിന്ത കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്ത് എന്നുള്ള ആ ഒരു പോസ്റ്ററിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ എവിടുന്നാണ് ഈ പോയതെന്ന് വെച്ചാൽ എന്താണ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത്. ചിന്ത വരുന്നതിന് മുമ്പ് ആക്ഷൻ വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. എന്ത് എന്ന് പറയുന്നതിന് മുമ്പ് കൈ ഇവിടെ വന്നു, നമ്മൾ അറിയാതെയാണ് വരുന്നത്, ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ പറയുമ്പോൾ തന്നെ ബോഡി ലാംഗ്വേജ് നമ്മൾ നിരീക്ഷിച്ചാൽ തന്നെ അയാൾ പറയാൻ പോകുന്ന വാക്കുകളെക്കാൾ മുമ്പിലേക്ക് ഈ ബോഡി ലാംഗ്വേജ് എത്തുന്നുണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കുന്നു. അപ്പോ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കണ്ണിന്റെ ചലനങ്ങൾ, ഒരാൾ എന്താണ് ചിന്തിക്കുന്നു എന്ന് അയാളുടെ കണ്ണിന്റെ കൃഷ്ണമണി മനസ്സിലാക്കി തരുന്നത്. ഉള്ളതാണോ, അയാൾ പറഞ്ഞത് സത്യമാണോ കളവാണോ എന്നതൊക്കെ. ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ അനുഭവങ്ങൾ പറയുന്നുണ്ടാവും, ആ അനുഭവങ്ങൾ പരമാവധി ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുന്നു. കാരണം അതിൽ ഒരു മായം ചേർത്ത് സംസാരിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, കളവ് പറയുന്നതോ കളവ് ചിന്തിക്കുന്നതോ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. കാരണം ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുമ്പോൾ അയാളുടെ മറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കേസ് തന്നെ പറഞ്ഞു നോക്കുക, ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുട്ടിക്കാലത്ത് ഗർഭം ധരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടായിരുന്നൊരു അസുഖത്തെ ഈ കുട്ടി ഭയപ്പെടുകയാണ്. അതാണ് കുട്ടിയുടെ മരണഭയം, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വ്യക്തിയുടെ മരണഭയം. അപ്പൊ ആ കുഞ്ഞു നാളിൽ ഉണ്ടായ സംഭവം അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ഈ കുഞ്ഞിനോ അറിയില്ല. ആസ് എ കൗൺസിലർ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തയിൽ മായം കലർത്താൻ പറ്റൂല, കളവ് പറയാൻ പറ്റൂല എന്നർത്ഥം, കളവ് ചിന്തിക്കാനും പറ്റൂല. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് പറയുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ പറയാൻ കഴിയുമോ പരമാവധി നോക്കുക. ആദ്യം പറയുന്നത് ചിലപ്പോൾ അവസാനമായി ഉണ്ടാവും, അവസാനം പറയുന്ന തലയും വാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിലും പറയുന്ന ആശയത്തിൽ നമുക്കൊരു കളങ്കം വരാൻ പാടില്ല. കളങ്കം വന്നാലുള്ള കുഴപ്പം വെച്ചാൽ ഇതുപോലെ മറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് 100% ശരിയാവാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോ ചിന്തകൾക്കനുസരിച്ച് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിൽപ്പെട്ടതാണ് കണ്ണിന്റെ മൂവ്മെന്റ്. 2 ചോദ്യങ്ങൾ, ഒരാളുടെ കഥ പറയുമ്പോൾ യെസ് അയാളെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ യെസ് അയാൾ ഒന്നുകിൽ കണ്ണ് താഴും അല്ലെങ്കിൽ നമുക്ക് കണ്ണ് തരില്ല. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ വിദ്യാർത്ഥികളോടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കണ്ണ് തരൂല, കാരണം കണ്ണ് നോക്കിയാൽ അവർ പിന്നെ ബാക്കി കഥകൾ പറയുക പോലുമില്ല. അപ്പോൾ അത് അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു തന്നത്. ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ അയാൾ എന്താണോ സംസാരിക്കുന്നു എന്നത് അവിടെ നമുക്ക് കിട്ടുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 7% ഭാഷക്ക്, സംസാരിക്കുന്ന വാക്കുകൾക്ക് 7% പ്രാധാന്യമേ ഉള്ളൂ. ബാക്കി 93% എവിടെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മുടെ താളങ്ങളും ലയങ്ങളും, എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനൊക്കെ കൃത്യമായൊരു പഠനം
ആദ്യം നിങ്ങൾ സൗജന്യമായി പഠിച്ച് എന്നിട്ട് ഇത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ പേ ചെയ്താൽ മതി. അല്ല ഇനി 10 ദിവസത്തെ ക്ലാസ്, ഇന്ന് മുതൽ 12 ദിവസമാണ് ഉണ്ടാവുക. തുടർച്ചയായിട്ട് ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. കൃത്യമായി 12 ദിവസം ക്ലാസ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ 13ാം ദിവസം മുതൽ അസ്വസ്ഥത വരും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക, തുടരെ ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ടതല്ല, പോസിറ്റീവായിട്ട് എടുത്താൽ മതി. കാരണം കൃത്യം നമ്മളൊരു 8 മണിക്ക് എണീക്കുന്നത് പോലെ ഇപ്പൊ നമ്മളിൽ പല ആളുകളിലും ഇതിൽ ഈ ക്ലാസ്സിൽ വ്യത്യസ്തമായ ജോലികൾ ഉണ്ടെങ്കിലും ഇതിൽ ലയിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോ നിങ്ങളുടെ ഇതുവരെയുള്ള കർമ്മങ്ങളൊക്കെ തടസ്സമാവാനുള്ള സാധ്യത കണ്ടിട്ടാണ് ഞാൻ 9:18 എന്റെ സംസാരത്തിന്റെ ഞാൻ അവിടെ ലിമിറ്റ് ചെയ്തത്. ഇതിൽ പലപ്പോഴും കൈകളും കാലുകളൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ പല ആളുകളും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഫ്രീ അത് നടക്കല്ല, വേറെ കയ്യിൽ പണിയൊന്നും ഇല്ല, സ്വസ്ഥമായി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകൾ മിക്കവാറും ലോക്കായിരിക്കും. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കേട്ടോ, വേറെ പണിയെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേൾക്കുന്ന ആളുകളെ അല്ലാത്തവർ, പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളുകളോടല്ല പറഞ്ഞു. അപ്പോ ഇങ്ങനെ ലോക്ക് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ ബോഡിയിലേക്ക് നിങ്ങൾ എത്തും എന്നതാണ്. അപ്പൊ നിങ്ങള് ആ ബോഡി ലാംഗ്വേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്റെ ചിന്തകൾ അല്ലെങ്കിൽ എന്റെ വാക്കുകൾ നിങ്ങളെ ചിന്തകളായി മാറുന്നുണ്ട്. നിങ്ങളും പലപ്പോഴായി അന്വേഷിച്ച് നടന്നൊരു സംഭവം തന്നെയാണ് ഈ ഒരു ക്ലാസ്. ഇപ്പൊ പല ആളുകളും എനിക്ക് പലപ്പോഴായിട്ട് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാ നിങ്ങളുടെ NLP ക്ലാസ്? ഇതില് NLP ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് മാറുക നിങ്ങൾ ഓഫ്ലൈനിൽ വരുമ്പോഴാണ്. കാരണം ഓഫ്ലൈനിൽ ഞാനും നിങ്ങളും തമാശയും ചിരിയും കളിയുമായിട്ട് അങ്ങനെ പോകുമ്പോൾ സമയം പോകുന്ന അറിയില്ല എന്നാ പറയാം. പക്ഷേ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്നോടൊപ്പം നിങ്ങളുണ്ട്. ഇതിന് തെളിവാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൈകളും കാലുകളൊക്കെ ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ. അപ്പോ പഠിക്കാനുള്ളൊരു വലിയൊരു മേഖലയാണ്. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇത്രയൊന്നും മുടക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ഉയരാം. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ എനിക്കും പഠിക്കാൻ കഴിയും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 65 ക്ലാസ്, 65ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ എത്തുമ്പോൾ 65 ക്ലാസ്സും ഒരുപോലെ ആവാൻ ഒരിക്കലും പാടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ആളല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഇന്ന് തന്നെ പഠിക്കുക, നാളത്തെ ക്ലാസ്സിന് വേണ്ടിയും നാളെയും പഠിക്കുക, ഇന്നും പഠിക്കുക, നാളെയും പഠിക്കുക. ഇപ്പൊ പുതിയ പുതിയ പഠനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് വളരും എന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, സാലിം ഫൈസി കുളത്തൂര് എൻ്റെ കൂട്ടുകാരനാണ്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അപ്പൊ കാണാൻ വേണ്ടി പോകുമ്പോൾ ഏതോ ഒരു കാലത്ത് ഞാൻ പറഞ്ഞതായിരുന്നു ഇത്രയും, ഓരോ കൊല്ലവും ഓരോ എക്സാം എഴുതണം. അപ്പോ ഞാനത് പാലിക്കുന്നുണ്ടോ? ഞാനിപ്പോഴും പാലിക്കുന്നുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞ ആ വാക്ക് അദ്ദേഹം ഇപ്പോഴും പാലിക്കുന്നുണ്ടെന്ന്. ഇപ്പോ 8, 9 PG-കളായിട്ടുണ്ട് എന്റെ പല കൂട്ടുകാർക്കും. ഈ ജസ്റ്റ് ഒരു വാക്കുകളാണ്. നമ്മൾ പറയുന്ന ചില വാക്കുകൾക്ക് അവരെടുക്കുന്ന അർത്ഥ തലങ്ങൾ വ്യത്യാസമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മുടെ സമയം 8:30 മുതൽ 9:30 വരെയാണ്. അപ്പോൾ ഇന്നത്തെ 9:30 എത്തി എന്നാണ് എൻ്റെ ധാരണ. കയ്യിൽ വാച്ചൊന്നുമില്ല, കണ്ണട വെച്ച് ഫോണിലേക്ക് നോക്കുകയാണ്. 9:29. ഓക്കെ, തൽക്കാലം ഇവിടെ വിട വാങ്ങുകയാണ്. നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ ക്ലാസ് നിങ്ങൾക്കത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഗ്രൂപ്പിലൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമാണെങ്കിലും താങ്ക് യു, ഇഷ്ടമല്ലെങ്കിലും താങ്ക് യു. ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണെങ്കിൽ നാളെ മുതൽ എനിക്ക് ഇനിയും എൻ്റെ ക്ലാസ്സിനെ മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹം കൊണ്ടാണ്, കൊതി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്മൈലൊക്കെ ഇട്ടു, അതൊന്നും പോരാ. ഗ്രൂപ്പിൽ നിങ്ങൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയണം. സൗജന്യമായി കിട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു പണിയെടുത്തോ നിങ്ങൾക്കും ഫീൽ ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നാളെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ സൈനിങ്, ഗുഡ് ബൈ എന്ന് പറഞ്ഞോളൂ അല്ലേ, ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, താങ്ക് യു ആൾ.